യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളെ കാണുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനാവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റ് കാനാവ് കാന എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണാമായിരിക്കും. ചില സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലപ്പേരുകൾ. അപ്പം അതുപോലെ ഇവിടെ പറയുന്നു, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ 3-ാം നാൾ എന്ന് നാം കാണുന്നുണ്ട്. 3-ാം നാൾ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 1:29 കാണുന്നു പിറ്റേന്നാൾ. കണ്ടോ, പിറ്റേന്നാൾ. 35 കാണും. പിറ്റേന്നാൾ എന്ന് പറയുമ്പോൾ 2 ദിവസമായില്ലേ. യോഹന്നാൻ 1:35 കാണുന്നു പിറ്റേന്നാൾ. വീണ്ടും 1:43 കാണുന്നു പിറ്റേന്നാൾ. അപ്പം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു 3-ാം നാൾ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷകൻ ഒരു പക്ഷേ ഒരു ക്രോണോളജിക്കൽ ഓർഡറിനപ്പുറത്ത് ഒരു തിയോളജിക്കൽ കൺസെപ്റ്റ് ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുക. ക്രോണോളജിക്കലി പിറ്റേന്നാൾ എന്ന് പറയുന്നതിനപ്പുറത്ത് 3-ാം നാളെന്ന് പറയുന്നത് ഒരു തിയോളജിക്കൽ കൺസെപ്റ്റാണ്. 3-ാം നാൾ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ്. യോനായെ മത്സ്യം വിഴുങ്ങി. ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ഇച്ചിരി ഉതറി മാറിപ്പോയതാണ്. പക്ഷേ വിഴുങ്ങിയ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് എത്രാം ദിവസമാണ്? 3-ാം ദിവസം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എത്രാം ദിവസം ഉയർത്തെഴുന്നേറ്റു? 3-ാം ദിവസം. അപ്പോൾ 3-ാം നാൾ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ, ദൈവിക ഇടപെടലിൻ്റെ, ദൈവിക വിടുതലുകൾ കാണുന്നതിൻ്റെ ഒരു ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. യേശു സന്ദർശിച്ച ഒരു ഭവനം ഒരു കല്യാണ വീടാണ്. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്. അവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു എന്ന് കാണുകയാണ്. 2018 വെള്ളപ്പൊക്കം, ഭീകരമായ പ്രളയം കഴിഞ്ഞപ്പോൾ പ്രളയത്തിൽ മൊത്തം മുങ്ങിപ്പോയ ഒരു ഭവനം. ആ ഭവനത്തെ എളിയദാസിന് അതിനുശേഷം സന്ദർശിച്ചപ്പോൾ അവരത് ഭവനമൊക്കെ വൃത്തിയാക്കുന്നു. മുങ്ങിപ്പോയ, വെള്ളത്തിൽ നനഞ്ഞു പോയ സാധനങ്ങളൊക്കെ ഉണങ്ങുന്നു. പക്ഷേ ആ പ്രിയർ അവിടുത്തെ മകളുടെ വിവാഹമായിരുന്നു. അതിനുവേണ്ടി എല്ലാം കാര്യങ്ങളും ക്രമീകരിച്ചപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പ്രളയം വരിക. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കണം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ അവരോട് ചോദിച്ചു, കല്യാണ കാര്യങ്ങളൊക്കെ എന്തായി? ആ കുടുംബം എന്നോട് പറഞ്ഞൊരു മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. അപ്രതീക്ഷിത വെള്ളപ്പൊക്കം, വീടൊക്കെ വൃത്തിയാക്കും. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു. ഒരു ദിവസം ഉപവസിച്ചു. ഒരു കുറി യേശുവിനെ ക്ഷണിച്ചു. ഞാൻ നോക്കിയപ്പം ടീപ്പോയിൽ ഒരു കുറി ഇരിപ്പുണ്ട്. ടു ജീസസ് എന്ന് എഴുതിയ ഒരു കുറി. നല്ലതായിട്ട് തോന്നി. ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. അപ്പോൾ നമ്മുടെ വീടുകളിൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെടേണ്ട ആദ്യത്തെ വ്യക്തി ആരാ? യേശു. ഇനിയും കല്യാണം നടക്കാൻ പോകുന്ന മക്കളെ, കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ക്ഷണിക്കണം. കുടുംബം ഒരുമിച്ച് ആരെ? യേശുവിനെ ക്ഷണിക്കണം. യേശുവിനെ മാത്രം പോരാ, യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ക്ഷണിക്കപ്പെടേണ്ടവരല്ല ദൈവദാസന്മാർ. നോക്കൂ, അവിടെ പറയുകയാണ് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ വീഞ്ഞ് പോരാതെ വരികയാൽ ഒരു വിനീതമായ അപേക്ഷ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രഥമമായ ഒരു വ്യത്യാസങ്ങളിലൊന്ന്, മനുഷ്യർക്ക് മാത്രമേ ചിരിക്കാനൊക്കത്തുള്ളൂ. മൃഗം ചിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു പട്ടി നിങ്ങൾ പോകുമ്പോൾ, തെരുവ് പട്ടി നിങ്ങളെ നോക്കി ചിരിച്ചാൽ അപ്പോഴേ നിങ്ങൾ ഫ്ലാറ്റാകത്തില്ലേ? നിങ്ങൾ രാവിലെ പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ പശു ചിരിക്കുകയാണ്, അന്നേരം അമ്മച്ചി മയങ്ങി പോകത്തില്ലേ? അപ്പം മനുഷ്യന് മാത്രമുള്ള കഴിവാണ് എന്ത് ചെയ്യുക? ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട്
ഈ എളിയവൻ വലിയ മനഃശക്തിയൊന്നും ഉള്ളവനല്ല, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ മുഖം വീർപ്പിച്ച് എന്നെ കാണിക്കരുത്. അങ്ങനെ വീർപ്പിച്ച് കാണിച്ചാൽ എനിക്ക് കിട്ടുന്നൊരു സന്ദേശമുണ്ട്, ഇറങ്ങിപ്പോടാ, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളതാണ്. കാരണം എൻ്റെ ചർച്ചിൽ ഒരപ്പച്ചനുണ്ടായിരുന്നു. ആ നടന്ന സംഭവം ഞങ്ങൾ കഥ പറയും, നടന്നത് പറയും. പക്ഷേ എൻ്റെ സഭയിലെ അപ്പച്ചൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. പ്രസംഗം കേൾക്കുമ്പോൾ മരിച്ചുപോയി, 104-ാമത്തെ വയസ്സിൽ. പ്രസംഗം കേൾക്കുമ്പോൾ സന്തോഷം കൂടിയാൽ അപ്പച്ചൻ പറയും ബലേ ഫേഷ് ഗ്ലോറി, അങ്ങനെ തന്നെ, അമേൻ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ പ്രസംഗിക്കുകയാണ്, അദ്ദേഹത്തിന് ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. 3/4 മണിക്കൂർ കൊടുത്ത് പ്രസംഗത്തിന് പരിഭാഷ ഉൾപ്പെടെ ഞാൻ നല്ല പ്രസംഗം തുടങ്ങി. 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു നൗ ഐ ആം കൺക്ലൂഡിങ് മൈ മെസ്സേജ്, ഇഫ് ഗാഡ്സ് വിൽസ് നെക്സ്റ്റ് ടൈം ഐ വിൽ കണ്ടിന്യൂ എന്ന് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്തോ പണിയാണ് കാണിച്ചത്? 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ കയറിയപ്പം തൊട്ട് അപ്പച്ചൻ പറയുക ഇരിക്കടാ പോടാ, ഇരിക്കടാ പോടാ. പുള്ളി പറഞ്ഞത് ബലേ ഭേഷ്, അങ്ങനെ തന്നെ എന്നാണ്. സ്റ്റേജിൽ ഇരുന്ന പുള്ളിക്ക് തിരിഞ്ഞത് പോടാ പോടാ പോടാ, ഇറങ്ങി പോടാ. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഒരു അപേക്ഷയുണ്ട്, ഒന്ന് സന്തോഷമായിട്ടിരിക്കണം, മുഖം വീർപ്പിച്ച് കാണിക്കരുത്. അല്ലെങ്കിൽ പിന്നെ കണ്ണടച്ച് പ്രസംഗിക്കുന്ന ഉപദേശിയായിരിക്കണം. എളിവൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടും റെസ്പോണ്ട് ചെയ്തും ഒക്കെ ഇരിക്കാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ അവിടെ ഒരു കുറവുണ്ടായി. ആ കുറവ് ആദ്യം അറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഈ അമ്മ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം, ഒരു സങ്കല്പം പ്രത്യേകമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്. എല്ലാ കുറവും ആദ്യം അറിയാൻ കഴിവുള്ളത് ആർക്കാ? അമ്മയ്ക്കാണ്. മിടുക്കൻ അച്ചായനാണെങ്കിലും അച്ചായൻ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ആദ്യം പിടിക്കുന്ന ആരാണ്? അമ്മയാണ്. പിടിക്കും അമ്മ, പൊക്കും അയാളെ, മനുഷ്യ ചവിട്ടി കൂട്ടുമെന്ന് പറയും. അമ്മ ഭയങ്കര സാധനമാണ്, എല്ലാം കണ്ടുപിടിക്കുന്ന. മക്കളെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അറിയുന്ന ആരാ? അമ്മയാണ്. അതാണ് അമ്മ. ഇവിടെ ഒരു വീടിൻ്റെ പോരായ്മ ആരറിഞ്ഞു? അമ്മയറിഞ്ഞു. അമ്മ അറിഞ്ഞ ഒരു ഗുണമുണ്ട്, അത് വേറെ ആരോടും പറഞ്ഞില്ല. ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശുവിനോട് പറഞ്ഞപ്പോൾ ഇച്ചിരി മടിപ്പിക്കുന്ന ഒരു ഉത്തരം തോന്നുന്നുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താണ്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക എന്നുള്ളൊരു പദം യോഹന്നാനി കാണിക്കുന്നത് മരണത്തെയാണ്. തെളിവ് യോഹന്നാൻ 13:1 നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. അപ്പം അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തെന്നത് മരണത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ശുശ്രൂഷ ഒരു സുഖകരമായ കാര്യമല്ല. ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മരണം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ അഭിനവ സുവിശേഷകർക്ക് അറിയില്ലായിരിക്കാം. അവർക്ക് പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു പെർഫോമൻസാണ്. പ്രവചിക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ TV ഒക്കെ ക്യാമറ ശരിക്ക് പിടിക്കാൻ പറയുന്നവരുണ്ട്. എന്തിനാ? അറിയാൻ. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുക, മരണത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീ എന്ന് പറയുന്ന പദം അവിടെ മോശപ്പെട്ട ഒരു കാര്യമല്ല. കാരണം സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും. അപ്പോൾ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ഒന്ന് പറഞ്ഞ്, എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യണം? ഇതാണ് ആ വീടിൻ്റെ പ്രത്യേകത. അവിടെ അമ്മ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാലും അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? ചെയ്യണം. ഉറക്കെ പറഞ്ഞ്, യേശു കൽപ്പിച്ചത് ചെയ്യണം. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന എത്ര കൽപ്പാത്രം? 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. 6 എന്നുള്ള സംഖ്യാശാസ്ത്രത്തിൽ 6 അപൂർണതയുടെ സംഖ്യയാണ്. പൂർണ്ണസംഖ്യ എത്രയാണ്? 7. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫാൻസി നമ്പർ എടുക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന പലരുണ്ട്. അവരേത് പുതിയ വണ്ടി എടുത്താലും നമ്പർ 7000 അല്ലെങ്കിൽ 7777. ആരും 666 എടുക്കാറുണ്ടോ? ഇല്ല. പൊതുവേ നമ്മളാരും 666 എടുക്കാറില്ല, 7 എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ യഹൂദൻ്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എത്ര കൽപ്പാത്രം? 6. അർത്ഥം, നമ്മുടെ ശുദ്ധീകരണങ്ങളെല്ലാം അപൂർണങ്ങളാണ്. മാനുഷികമായ സകല ശുദ്ധീകരണ പ്രക്രിയകൾക്കും പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല, ദേഹശുദ്ധി വരുത്താനൊക്കും. എന്നാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന 7-ാമത്തെ ഒരു കൽപ്പാത്രമുണ്ട്. അതെന്താണ്? അവിടുത്തെ ചങ്ക്
പടയാളി തുറന്നു. അവൻ്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തി. രക്തവും വെള്ളവും തുറന്നു ഒഴുകി വന്നു. ഇന്ന് ഒഴുകുന്നുണ്ട്. എന്ത് കൽപ്പാത്രം? അവിടെ ഒരു പാത്രമുണ്ട്. നമ്മുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട് പുണ്യാഹ രക്തം. പ്രിയരെ, മാനുഷികമായ ശുദ്ധീകരണ പ്രക്രിയകളെല്ലാം തന്നെ പരിമിതിയുള്ളതാകുമ്പോൾ പരിമിതിയില്ലാത്ത ഒരു ശുദ്ധീകരണം തരുന്ന ഏഴാമത്തെ ഒരു കൽപ്പാത്രമുണ്ട്, ഏഴാമത്തെ ഒരു പാത്രമുണ്ട്. അത് ചങ്കിലെ ചോരയാണ്. അതുകൊണ്ടാണ് നാം പാടുക, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരുകയാണ്. 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അടുത്തൊരു വാക്ക്, അവരെന്തോരം നിറച്ചു? വക്കോളം നിറഞ്ഞു. വക്കോളം. യേശു പറഞ്ഞു, ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ ആൻഡ് ദേ ഫിൽ ദം അപ് ടു ദ ബ്രിം. വക്കോളം. വക്കോളം എന്ന് പറഞ്ഞ അർത്ഥം ഇനിയും കുറച്ചുകൂടെ ബാക്കിയില്ല, മൊത്തം നിറച്ചു. യേശു ഒരു കാര്യം പറഞ്ഞാൽ യേശു പറഞ്ഞത് അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? വക്കോളം അർത്ഥം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. ഹല്ലേലൂയ. അവരെന്തോരം നിറച്ചു? വക്കോളം നിറച്ചു. ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തോരം? വക്കോളം. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ കൈപിടിക്കാൻ കോവിഡിൻ്റെ പ്രോട്ടോക്കോളിൽ കഴിഞ്ഞെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നോക്കിയൊന്ന് പറഞ്ഞേ, എന്തോരം നിറയ്ക്കണം? വക്കോളം നിറച്ചോണം, മാക്സിമം ചെയ്തോണം. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? മാക്സിമം ശക്തിയോടെ അടിക്കണം. പെന്തക്കോസുകാരായതുകൊണ്ട് അറിയത്തില്ല, എന്നാലും പഴയ അപ്പച്ചന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, വെറ്റിലെ ചുണ്ണാമ്പ് പുരട്ടുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യരുത്? കൈയടിക്കരുത്. നമുക്ക് പിന്നെ വെറ്റില കണ്ടിട്ടില്ലല്ലോ, ചുണ്ണാമ്പും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കൈയടിക്കുകയാണെങ്കിൽ എങ്ങനെ അടിക്കണം? മാക്സിമം അടിക്കണം. പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ ഇവിടെ ഏറെ പേരെയും കാണും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെയല്ല, കഴിഞ്ഞ വർഷമല്ല, ഒരു 10 വർഷമോ 15 വർഷമോ മുമ്പ് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എന്തോണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കും. നിനക്കെന്താ പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥന അനുഗ്രഹമായതിൻ്റെ ലക്ഷണം എന്തായിരുന്നു? തൊണ്ടയടയ്ക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി തൊണ്ടയടച്ചവരൊന്ന് കൈ പൊക്കാമോ? പൊക്കുന്ന ഇല്ല, പൊക്കി. അതാണ് കുഴപ്പം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാൽ ഇത്രയും പേരേ ഉള്ളൂ, 4-5 പേരേ ഉള്ളൂ കരിസ്മയിൽ ഉള്ളോ. തൊണ്ടയടച്ച പോലെ ആരാധിക്കണം. പിന്നെ അല്ല, ഒന്ന് കൈയട്ടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എന്തോരം പൂർണ്ണ ശക്തിയോടെ സ്തുതിക്കണം, പൂർണ്ണ ബലത്തോടെ വക്കോളം കൈയടിച്ച് സ്തുതിക്കാവുന്നവരെല്ലാം കൈയടിച്ച് സ്തുതിച്ച്, ആർപ്പോടെ സ്തുതിക്കാവുന്നവർ ആർപ്പോടെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെയോ എൻ വീരു ആർപ്പോടു നിന്നെ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുദീനായി. ലഭിക്കും നിശ്ചയം വീരുദനിക്കും, ശത്രുക്കളാരുമേ കൊണ്ടുപോകുകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു, ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു, ദൂതന്മാരുടെ മധ്യത്തിൽ. നോക്കണം, എന്തോരം നിറച്ചു? വക്കോളം നിറച്ചു. ടിൽ ദ ബ്രിം.
എത്രയും ചെയ്യാമോ അത്രയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം സന്തോഷത്തോടെ, മാക്സിമം ശക്തിയോടെ, ഫുൾ എനർജറ്റിക്കായിട്ട്, മാക്സിമം ഇൻപുട്ടിട്ട് കർത്താവിന് വേണ്ടി ചെയ്താലേ കാനാവിലെ അത്ഭുതം കാണാൻ കഴിയുകയുള്ളൂ. കാനാവിലെ അത്ഭുതം കാണണമെങ്കിൽ മാക്സിമം മാക്സിമം മാക്സിമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കൈ അടിച്ച് സ്തുതിച്ച്, ഒരാൾ പോലും കൈ അടിക്കാതിരിക്കരുത്. ഒരു സുഖമുള്ള കാര്യമല്ല. കൈ അടിച്ച് സ്തുതിക്കുമ്പോൾ കൈ അടിച്ച് സ്തുതിക്കണം. ശബ്ദമെടുത്ത ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവർ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞു, കോരി നിറപ്പീൻ, കൊണ്ട് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ചെയ്തപ്പോൾ, വക്കോളം നിറച്ചു കൊണ്ട് കൊടുത്തപ്പോൾ മേത്തരമായ വീഞ്ഞായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെ ചെന്ന ഒരു കാര്യമുണ്ട്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ച് നോക്കിയാറെ മണവാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞു. വിരുന്നുവാഴി ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? വിരുന്നുവാഴി ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? മണവാളിനാണ്. അങ്ങനെയല്ലേ? വിരുന്നുവാഴി മണവാളിനെ വിളിച്ചു. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് പറ്റും. ക്രെഡിറ്റ് പലപ്പോഴും ദൈവത്തിന് പോകത്തില്ല. ക്രെഡിറ്റ് പലപ്പോഴും പോകണ്ടാത്തവർക്ക് എന്തു ചെയ്യും? പോകും. തെറ്റിദ്ധരിക്കരുതേ. സ്നേഹത്തോട് പറയട്ടെ, കല്യാണം കഴിഞ്ഞു, കുഞ്ഞ് പെട്ടെന്നുണ്ടായി, ആദ്യത്തെ ആനിവേഴ്സറിക്ക് തന്നെ ഒരു കുഞ്ഞിനെയും കിട്ടിയെങ്കിൽ വരുന്നവരെല്ലാം പറയും, ഭർത്താവിനെ നോക്കി പറയും, കൺഗ്രാജുലേഷൻസ്. ഭയങ്കര പരിപാടി. എന്താ കാര്യം? കുഞ്ഞുണ്ടായി. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും കൊച്ചുണ്ടായില്ല. 15ാമത്തെ വർഷം ഒരു കൊച്ചുണ്ടായാൽ ക്രെഡിറ്റ് ആർക്ക് പോകും? ഭർത്താവിന് പോകും? ദൈവത്തിന് പോകും? ദൈവത്തിന് പോകും. ദൈവത്തിന് പോകും. പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ദൈവത്തിന് പോകത്തില്ല. ഒരാൾ സാക്ഷ്യം പറഞ്ഞാണ്, ഞാൻ തെങ്ങിൻ്റെ മണ്ടയിരിക്കുമ്പം കൈ വിട്ടുപോയി, താഴോട്ട് വന്നപ്പോൾ എനിക്ക് കണ്ടു ഒരു കല്ല് കിടക്കുന്നു. എനിക്ക് മനസ്സിലായി ഈ വരവ് വന്നാൽ ഞാൻ കല്ല് വീഴും. അപ്പം ഞാനെന്ത് ചെയ്തു? വരുന്ന വഴിക്ക് കാല് മടക്കി തെങ്ങിനിട്ടൊരടി കൊടുത്തു. അതുകൊണ്ട് എൻ്റെ തല വന്ന് കല്ലിലടിച്ചില്ല. പിന്നെ താഴോട്ട് വരുമ്പോൾ, ഊഞ്ഞാലിൽ നിന്ന് താപ്പോട്ട് വരുമ്പം താഴെ നിന്നൊരു സാധനം മേപ്പോട്ട് കയറും വയറ്റിൽ കൂടെ. നമ്മളാണ് തെങ്ങേന്ന് താപ്പോട്ട് വരുമ്പം താഴോട്ട് നോക്കിയത്, പിന്നെ കാല് മടക്കി അടിച്ചത്. നടക്കുന്ന കാര്യമാണോ? അല്ല. ഇനി അടിച്ചെങ്കിൽ പോലും തമ്പുരാൻ അടിപ്പിച്ചെന്നേ പറയാവൂ. ദൈവം കൃപ ചെയ്ത. ക്രെഡിറ്റ് വേറൊരാൾക്ക് പോകരുത്, മഹത്വം ദൈവത്തിനേ പോകാവൂ. ദൈവം ചെയ്തതിൻ്റെ എല്ലാ മഹത്വവും ആർക്ക് പോകണം? ദൈവത്തിന് പോകണം. ഇവിടെ ഈ വീടിൻ്റെ അത്ഭുതം നടക്കുകയാണ്. കാനാവിലെ വീട്ടിൽ അത്ഭുതം നടക്കുന്നു. കണക്കുകളെല്ലാം തെറ്റിപ്പോയ ഒരു വീട്ടിലേക്ക് ദൈവം വരികയാണ്. എന്തുകൊണ്ട്? ഈ വീട്ടിൽ യേശു വന്ന് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തു എന്ന് കാണുന്നു. അടയാളങ്ങളുടെ ആരംഭമായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7ഓളം അടയാളങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ഇന്നും നിലയ്ക്കാത്ത അടയാളങ്ങളായി അത് തുടരുകയാണ്. ഇത് ഞാൻ പറയാനായിട്ട് ഒരു കാര്യമുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന ഈ ഒരു കാര്യം, മിനിഞ്ഞാന്ന് രാത്രിയിൽ എന്നെ തിരക്കിയിട്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വന്നു. അദ്ദേഹം നല്ലൊരു സഹൃദയനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ജാഗ്രത എന്ന് പറയുന്ന പവറൂഷൻ ശുശ്രൂഷയുടെ സ്ഥിരം സാന്നിധ്യമായ അഗാപ്പെ കൗൺസിലിംഗ് സെൻ്ററിലെ ജോൺ ജേക്കബ് സാറ്, അദ്ദേഹം സൈസാർ എന്നറിയപ്പെടും, അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം വന്നത് തൻ്റെ ഒരു കൺസേൺ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വന്നത്. ആ കൺസേൺ ഇതായിരുന്നു, ചിന്തിച്ചാൽ ശരിയാണ്. അദ്ദേഹം ഒരു 4 നൂറ്റാണ്ടിൽ, ഒരു 3 പതിറ്റാണ്ടിലേറായിട്ട് കേരളത്തിൻ്റെ മനഃശാസ്ത്ര ക്രൈസ്തവ ഫീൽഡിലെ നിറസാന്നിധ്യമാണ്. അനുഭവ സമ്പത്ത് ഒത്തിരിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സംഭവം എന്നോട് പറഞ്ഞത്, കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ്, വാട്ട് ക്യാൻ ബി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമാന മനസ്കരുടെ സഹായം വേണം. കൺസേൺ ഉള്ളവരുടെ ഒരു കൂട്ടായ്മ വേണം ഈ ഒരു തിന്മയ്ക്കെതിരെ. അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഒരു 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ
വിവാഹ പ്രശ്നങ്ങൾ കുറവായിരുന്നു. വിവാഹ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്തിരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് ഇതെൻ്റെ ഇൻഫർമേഷൻ അല്ല, ജോൺ ജേക്കബ് സാർ എന്ന് പറയുന്ന അഗാപ്പെ കൗൺസിൽ സെൻ്ററിലെ സാറിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി 10 മണിക്ക് ശേഷം അദ്ദേഹം എന്നെ വന്ന് കണ്ട് ഒരു 12 മണി വരെ സംസാരിച്ചൊരു വിഷയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു 10 വർഷം മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ ഒരു നിരന്തര കാഴ്ചയല്ലായിരുന്നു. എന്നാൽ അന്ന് കൂടുതലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ തീർക്കാൻ മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടിയും വീട്ടുകാരുമായിരുന്നോ ആൺകുട്ടികളും വീട്ടുകാരുമായിരുന്നോ? പ്രശ്നം തീർക്കാൻ മുൻകൈ എടുത്തിരുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരും പെൺകുട്ടികളുമായിരുന്നു. പൊതുവേ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പെൺകുട്ടികൾ പിരിയാൻ ഇഷ്ടമില്ലാത്തവരാണ്. എന്നാൽ ഒരു 5 വർഷമായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മുൻകൈ എടുക്കുന്നതിൽ കൂടുതലും ആരാണ്? ആൺകുട്ടികളാണ്. പിരിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന ആരാ? പെൺകുട്ടികളാണ് മുൻകൈ എടുക്കുന്നത്, വേണ്ടാന്ന് പറയുന്നത്. പോകല്ലേ എന്ന് പറയാൻ മുൻകൈ എടുക്കുന്ന ആരാ? ആൺകുട്ടികളാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പെൺകുട്ടികൾ ഫെമിനിസ്റ്റ് തിരുവല്ല, ഞാൻ തിരിച്ചു പോകാനും ഒക്കുമോ? കല്ലെറിയരുത്. പഴയ താരങ്ങളൊന്നും ഇവിടെ ഇരിപ്പില്ല, എല്ലാവരും കെട്ടിച്ചൊക്കെ വിട്ട് കാണും. മറ്റേ കുറേ ഫ്രണ്ടിലാർ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിലുണ്ട്. എന്ത് ചെയ്യുന്നു എല്ലാവരും? എന്ത് ചെയ്യും? കുറേ പിള്ളേർ ഇവിടെ ഉണ്ട്, എല്ലാവരും പോയി കാണും. ഓക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പെൺകുട്ടികൾ മോർ അഗ്രസീവായി. ശ്രദ്ധിച്ചാൽ അറിയാം, മോർ അഗ്രസീവായി. ഇപ്പം പിള്ളേർ കൂടുതലും ട്രൗസർ ഇടുന്ന പിള്ളേരാണ്. ആൺപിള്ളേരാണെങ്കിലും ട്രൗസറൊക്കെ ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. അതിനെന്താ പറയുന്നത്? ബർമുഡ പോലെ. ആൺപിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം എവിടം വരെ കാണും? മുട്ടിൻ്റെ അവിടെ കാണും. പെൺപിള്ളേരുടെ നിക്കറിൻ്റെ ഇറക്കം എവിടം വരെ കാണും? പെൺപിള്ളേരുടെ ഞാൻ കാണിക്കാൻ ഒക്കത്തില്ല, സ്റ്റേജ് ആയതുകൊണ്ട്. പെൺപിള്ളേരുടെ ഇറക്കം ഇവിടം വരെ കാണും. പെൺപിള്ളേർ ചെല്ലൊന്നും കമ്മലൊന്നും ഇടത്തില്ല. പക്ഷേ ഈ ആൺപിള്ളേരെല്ലാം മുടി നീട്ടി വളർത്തി കമ്മല് വിട്ട് ഒരുമാതിരി പെണ്ണുങ്ങളെപ്പോലെ നടക്കുകയാണ്. പെൺപിള്ളേരെല്ലാം ആരായി? അതാണ് കുഴപ്പം. മനസ്സിലായോ? ഈ പെൺപിള്ളേർ മോർ അഗ്രസീവ് ആയിടത്ത് ആൺപിള്ളേർ ഒരുമാതിരി കിണിങ്ങി നടക്കാൻ തുടങ്ങി. കണ്ടിട്ടില്ല? ഇപ്പോഴത്തെ ആൺപിള്ളേരെല്ലാം എന്തോ ഇടും? കമ്മലിട്ട്. പണ്ട് 1 ആയിരുന്നു, ഇപ്പം 2 ഇട്ടു. മൂക്കുത്തിയും കുത്തും. ഇനി എന്തോ പിരിയം പഠിക്കുന്ന ആൺപിള്ളേരെ കണ്ടു. ആൺപിള്ളേരെ ഇപ്പോൾ പിരിയം വരെ പഠിച്ച് വേണേ എന്തോ വെള്ളം ചെയ്ത് ഇവന്മാരൊരുമാതിരി മുടിയും വളർത്തി കെട്ടിയും വെച്ച് ആരായി? പെണ്ണായി. പെണ്ണോ ബോബൊക്കെ ചെയ്ത് ആരായി? ആണായി. അപ്പോൾ മോർ അഗ്രസീവ് ആയപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുടുംബത്തകർച്ചകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തും. 128ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഡിവോഴ്സിൽ, ലോകസ്ഥാനത്ത്. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുടുംബം ഇന്നും വലിയ കാര്യമാണ്. 128ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഡിവോഴ്സിൽ. 1ാം സ്ഥാനം തൊട്ട് യൂറോപ്പൊക്കെ നോക്കുമ്പോൾ യൂറോപ്പിൽ 85 to 90% ഡിവോഴ്സ് റേറ്റ്. 1 2 അല്ല, 85 to. ഒന്നാമത്തെ കാര്യം, വിവാഹം വേണമെന്ന് താല്പര്യമില്ല. ഇനി കഴിക്കുന്നവരുടെ പോലും 85 to 95% വിവാഹമോചനത്തിൻ്റെ നിരക്ക്. ആ ഇടയിലോട്ടാണ് ഇവിടുന്ന് എല്ലാം പോകുന്നത്, ഈ കൾച്ചറിലോട്ടാണ്. 85 to 95 ഡിവോഴ്സ് ഉള്ള ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ 1% ഉള്ള ഒരു ലോകത്തു നിന്നാണ് പോകുന്നത്. ഇന്ത്യയുടെ മൊത്തം റേറ്റ് 1%. ഈ 1% കേരളത്തിൻ്റെ നോക്കുമ്പോൾ 8% ആയിട്ട് കൂടി. കഴിഞ്ഞ ഈ 5-8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഡിവോഴ്സ് റേറ്റ് 350 മടങ്ങാണ് കൂടിയേക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തനിക്കറിയാവുന്ന ഒരു കേസിൽ ഒരു പയ്യൻ, പെന്തക്കോസ്തുകാരനായ ഒരു പയ്യൻ പുനർവിവാഹത്തിന് ഒരു മാട്രിമോണിയൽ റിക്വസ്റ്റ് ഇട്ടപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടിയ അപേക്ഷ 400. 2 ദിവസം കൊണ്ട് അപേക്ഷ വന്നത് 1 2 10 ഒന്നും അല്ല. എത്ര? ഹി വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആരെ തിരഞ്ഞെടുക്കുമെന്ന്. എല്ലാം കൊള്ളാവുന്ന 400 അപേക്ഷയാണ് വന്നത്. അപ്പം നോക്കണം എങ്ങോട്ട് പോവുക. ഇവിടെയാണ് ഈ വീടിൻ്റെ കണക്ക് തെറ്റിയ സ്ഥലത്തേക്ക് യേശുവിനെ ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യം. മനസ്സിലാക്കണേ, ഗൗരവമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കുഞ്ഞു കളിക്കാൻ സമയമായിട്ടില്ല. 2 ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ. ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബം തകർന്നാൽ സഭ തകരും. യൂറോപ്പിൽ ഇന്ന് സഭയില്ല.
യൂറോപ്പിലെ സഭകളൊക്കെ ഇപ്പം പോയി കാശ് കൊടുത്ത് വാടകയ്ക്കെടുത്ത് ആരാധിക്കുന്ന ആരാ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ പിള്ളേരാണ്. മിക്ക സഭകളും അവരുടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം 2-3 അമ്മച്ചിമാരും അപ്പച്ചന്മാരും കാണും യൂറോപ്പിലെ സഭകളിൽ. ഇപ്പം നമ്മുടെ പിള്ളേർ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ മിക്കയിടത്തും ഉച്ച കഴിഞ്ഞ് അവരെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, 2 ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം സ്ഥാപിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനെയും തകർക്കാൻ പിശാച് ആദ്യം തകർക്കുന്നത് കുടുംബം തകർക്കുക. കുടുംബം തകർന്നോ നാളെ സഭ തകരും. യൂറോപ്പിൽ സംഭവിച്ചു. കുടുംബമില്ല, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുക? മക്കളില്ല, മക്കൾ ജനിക്കത്തില്ല. മക്കൾ ജനിച്ചില്ല എന്തോ പറ്റൂ? മക്കൾ ജനിച്ചില്ലെങ്കിൽ എന്ത് പറ്റൂ? അടുത്ത ജനറേഷൻ കാണത്തില്ല. ഈ അധ്യയന വർഷം ആരംഭത്തിൽ, ഇതിപ്പം ഫെബ്രുവരി ആയില്ലേ, ജൂൺ മാസത്തിൻ്റെ കണക്ക്, ഈ അധ്യയന വർഷം ജൂൺ മാസം ആരംഭിച്ചപ്പോഴത്തെ കണക്ക് എനിക്കറിയാൻ ലൈവ് ഉണ്ടെന്ന് എല്ലാ ബഹുമാനത്തോടും ആദരവോടും പറയട്ടെ. 6000 കുട്ടികളാണ് പത്തനംതിട്ട ജില്ല, ക്രൈസ്തവ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ല. 6000 പിള്ളേരാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. പക്ഷേ മലപ്പുറത്ത് കയറുന്നത് 60,000 പിള്ളേരാണ്. പത്തനംതിട്ടയിലെ പെണ്ണുങ്ങളാരും സഹോദരിമാരും പ്രസവിക്കത്തില്ലേ? കല്യാണം വേണ്ടെന്ന് പറയുന്ന ഒത്തിരി പേര്, കല്യാണം കഴിച്ചാൽ പോലും മക്കൾ വേണ്ടെന്ന് പറയുന്ന ഒത്തിരി പേര്, കണക്കുകൾ തെറ്റിപ്പോകുന്ന ഒത്തിരി പേര്. ഇവിടെയാണ് കുടുംബങ്ങൾ നിലനിന്നില്ലെങ്കിൽ നാളെ സഭ കാണത്തില്ല. കുടുംബങ്ങൾ തകർന്നാൽ സഭ തകരും. കരമുയർത്തി പ്രാർത്ഥിച്ച് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അറിവിൽ പറയാം. കുടുംബം തകർക്കുന്ന 350 മടങ്ങ്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല ഈ ദേവിദാസൻ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ. ഐ വാസ് ടോട്ടലി ഡിസ്റ്റർബ്. എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്കും അറിയില്ല. പക്ഷെ ഒന്ന് സഭയോട് പറയാം, ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളെത്തിയിരിക്കുക. കരമുയർത്തി പ്രാർത്ഥിച്ച് വിവാഹമോചനങ്ങൾ ക്വൈറ്റ് കോമൺ ആകുന്ന കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഒരൊറ്റ ബേസേ ഉള്ളൂ, അത് വചനമാണ്. ഇൻ എവരി കൾച്ചർ, എത്ര പോസ്റ്റ് മോഡേൺ കൾച്ചറിലും വി ഹാവ് എ കൾച്ചർ ദാറ്റ് ഈസ് ബിബ്ലിക്കൽ കൾച്ചർ. ആകാശം ഭൂമി മാറിപ്പോയാലും മാറിപ്പോകാത്ത ഈ വചനത്തെ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ് കുടുംബങ്ങൾ തകരല്ലേ. യേശു വരണം. പ്രശ്നങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പ്രശ്നങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു വീട് ലോകത്തില്ല. ഉണ്ടോ? ഇല്ല. എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, ആ വിവാഹ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങൾ അവൾ മനസ്സിലാക്കി അവൾക്കൊരിക്കലും ഒരു കുഞ്ഞ് അമ്മയാകാൻ ഭാഗ്യം ലഭിക്കില്ല. കാരണം ഒരു രോഗം കൊണ്ട് പൗരുഷം നഷ്ടപ്പെട്ട ഒരു പുരുഷനാണ് അവളുടെ ഭർത്താവ്. ഈസിയായിട്ട് അവൾക്ക് വിവാഹമോചനം കിട്ടും. കോടതിയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യം പറഞ്ഞാൽ കോടതി വിധിക്കും ദാറ്റ് മാരേജ് ഈസ് നൾ ആൻഡ് വോയിഡ്. പക്ഷേ കുട്ടി പോയില്ല. അവൾ അവനെ കുറ്റപ്പെടുത്തിയില്ല. കർത്താവാണ് യോജിപ്പിച്ചതെങ്കിൽ മുട്ടുകുത്തി 2 പേരും കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ചു. ഒരു ലൈഫ് ലൈൻ ക്ലിനിക്കിലും ട്രീറ്റ്മെൻറ്റ് പോകാതെ ദൈവം അവർക്ക് കൊടുത്ത 2 ആൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുവിനെ വിളിക്കണം. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് തകരല്ലേ. പൊളിക്കാൻ ദുഷ്ടം നോക്കും, അറക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനും പിശാച് വരുമ്പോ യേശു വന്നത് ജീവൻ തരാൻ. സ്തോത്രം. പ്രിയരെ, അവിടെ കാണുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ വീഞ്ഞ് മേത്തരമായിട്ട് മാറി. എന്താണ്? പച്ചവെള്ളം തണുത്തുറഞ്ഞതാണ്. പച്ചവെള്ളത്തിന് നിറമില്ല, പച്ചവെള്ളത്തിന് ഒരു രുചി ഉണ്ടെങ്കിൽ പോലും വീഞ്ഞിൻ്റെ സമീപിക്കുമ്പോൾ കമ്പയർ ടു വൈൻ അതിന് ഒരു തണുപ്പാണ്. വീഞ്ഞില്ല, ലഹരിയില്ല, അഥവാ അതെല്ലാം നിറവും ഗുണവും പോയി. പക്ഷേ യേശുവിൻ്റെ വിരൽ സ്പർശനം ഉണ്ടോ
അവിടെ നിറമുണ്ടാകും, ഗുണമുണ്ടാകും, വീര്യമുണ്ടാകും. ഈ രാത്രി എളിവൻ പറയട്ടെ, ഏത് വീട്ടിലേക്കും ക്ഷണിച്ച വരുന്ന ഒരുവനുണ്ട്, യേശു. ഷഖന റീഖാന റബന ഹദന റിഗന അംദുനിയ രഗനിയ ശഗനിയ ദഗനിയ റക്കന. സ്തുതിച്ചാരാധിച്ച് എല്ലാവരും സ്തുതിച്ച്, പുറത്തിരിക്കുന്നവരൊക്കെ കരങ്ങളടിച്ച് സ്തുതിച്ച്. ഈ ശുശ്രൂഷയുടെ ഭാഗമായി വേണം എല്ലാവരും ഇരിക്കാൻ. അകത്തോ പുറത്തോ ആരും അലക്ഷ്യമായിരിക്കരുത്. അത്യാവശ്യ ശുശ്രൂഷകളുടെ ഭാഗമല്ലാത്ത ആരും പുറത്തൂടെ നടക്കരുത്. എല്ലാവരും കരപടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. അരൂപിയായ ദുഷ്ടപിശാച് സഭയെ തകർക്കാൻ എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ കുതന്ത്രം യേശു വരും. തണുത്തുറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നഷ്ടപ്പെട്ട ആരോഗ്യത്തിലേക്ക്, നഷ്ടപ്പെട്ട ജീവിത സന്തോഷത്തിലേക്ക് വിളിക്കണം യേശുവിനെ. ഒറ്റ വാക്കുകൊണ്ട് പച്ചവെള്ളം വീഞ്ഞായതുപോലെ നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, ഗുണമില്ലാത്ത വെള്ളം വീര്യമുള്ളതാക്കി മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം യേശുവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ വീടുകളിലേക്ക്. സ്വോത്രം 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 സ്വോത്രം. Glory, 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 glory. ഹദന റിഗന രബന ഹദന റിഗല രഗജ രബന ശഗന ദിഗന രഗജ രഗജ ധാര റിഗന രഗജ രബന ശഗന ദിഗന രഗജ രബന ഹന്ദ രഗജ രഗന. യേശു വരും. യേശു വന്നാൽ, യേശു വന്നാൽ, യേശു വന്നാൽ, യേശു വന്നാൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്കുകൾ തെറ്റിയ ഒരു വീടാണ് ഈ വീട്. വളരെ നാളത്തെ കണക്കൂട്ടുകൾ കൊണ്ടാണ് ഒരു കല്യാണം നടക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അത് ക്രൈസ്തവ യഹൂദ പാരമ്പര്യമാണ്. ക്രൈസ്തവ യഹൂദ പാരമ്പര്യത്തിൽ മിച്ചം വരണം, തൂകിക്കളയരുത്. അപ്പം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ശേഷം എത്ര കൊട്ട? 12 കൊട്ട നിറച്ചെടുത്തു, തൂയിക്കളഞ്ഞില്ല. ഇതാണ് ക്രൈസ്തവ പാരമ്പര്യം. മിച്ചം വരണം, മിച്ചം വരുന്നത് വീട്ടിൽ കൊണ്ടുപോകണം, വീട്ടിൽ കൊണ്ടുപോയിട്ട് അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ വീട്ടിൽ പോകുമ്പം, ബന്ധുക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പറയും, ഇടി വൈകിട്ടത്തേക്കിനുള്ളത് കൂടെ എന്ത് ചെയ്യും, കൊണ്ടുപോകാൻ പറയും. അതായിരുന്നു വീട്. അപ്പം അതാണൊരു ക്രൈസ്തവ പാരമ്പര്യം. ഇവിടെ തികയാതെ വന്നാൽ നാണക്കേടാണോ അല്ലയോ? ആണോ? അവിടെ കണക്കുകളൊക്കെ കൂട്ടി തെറ്റിപ്പോയി. പക്ഷേ സകല കണക്കുകൂട്ടും തെറ്റിയിടത്തേക്ക് യേശു വരികയാണ്. പ്രിയരെ, ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റാം, ആരോഗ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം, സാമ്പത്തികത്തെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം, സർവോപരി തലമുറകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ കണക്കുകൾ തെറ്റാം. പക്ഷേ കണക്കുകൾ തെറ്റുമ്പോൾ യേശു ഉണ്ടോ, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. സ്വോത്രം 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 സ്വോത്രം. ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. സ്വോത്രം 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 സ്വോത്രം. ശബല ഘടക നഗജ റിബന ഹദന റിഗല രഗജ രബന ശഗന ദിഗന രഗജ രബന ഹന്ത രഗജ രബന ശഗന ഹത്തന റിഗന. അവിടെ ആ വീട്ടിൽ എൻ്റെ കർത്താവ് വന്ന അത്ഭുതത്തെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നും ആ ഭവനം ഓർക്കപ്പെടുകയാണ്.
കാനാവിലെ വീട്